ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഡോയിലിയാണ്, പൈനാപ്പിൾ ഡോയിലിയാണ്. .0 ഹുക്കാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5, 6, 7, 8 ചെയിൻസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, 2, 3. ഈ സർക്കിളിനുള്ളിൽ 1 DC, 2, 3, 4, 5, 22, 23. ചെയിൻ 3 കൂടെ ചേർത്ത് 24 DC ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇതിൽ 3rd ചെയിന് മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. റൗണ്ട് 2, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1, നെക്സ്റ്റ് ചെയിനിൽ DC. കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1, നെക്സ്റ്റ് ചെയിനിൽ DC, ലാസ്റ്റ് ചെയിൻ 1, 2, 3, 3rd ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1 ചെയിൻ, ആ സെയിം ചെയിനിൽ തന്നെ, സെയിം പോർഷനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5. ഈ ഒരു DC സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് DCയിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5. സ്കിപ്പ് ചെയ്യുക DC. നെക്സ്റ്റ് DCയിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1, 2, 3, 4, 5. സ്കിപ്പ് 1 DC. നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 5, സ്കിപ്പ് 1 DC. നെക്സ്റ്റ് DCയുടെ മുകളിൽ സിംഗിൾ ക്രോഷേ. കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. 5 ചെയിൻ, ഈ DC സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1, 2, 3, 4, 5. ഈ ചെയിൻ 1ൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. റൗണ്ട് 4 സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇതിനുള്ളിൽ വൺ സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്, 3,
3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 4, 5, 6, 7, 8 ചെയിൻ. നെക്സ്റ്റിൽ കൊണ്ടുവന്ന് സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7, 8. 8ൽ നമ്മൾ വീണ്ടും ഒരു 8 ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓരോ പോർഷനിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആർച്ച് ടൈപ്പുള്ള പോർഷനിൽ നമുക്ക് 8 ചെയിൻ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അതിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പം ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയേക്കുന്നു. റൗണ്ട് 5 നമുക്ക് ഇതിനുള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 DC, 2, 3, chain 2, 1 DC, 2, 3, 4. നെക്സ്റ്റിൽ 4 DC, 1, 2, 3, 4 DC, 2 chain, 4 DC. ഓരോ ഈ ഓരോ പോർഷനിലും 4 DC, 2 ചെയിൻ, 4 DC ചെയ്യണം. അത് ഫുള്ളും ഞാൻ ചെയ്തിട്ട് വരാം. സ്ലിപ്പ് നോട്ട് ഇടാം. നമ്മുടെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. വൺ 2 3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇത് 4th സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, സെയിം പോയിന്റിൽ തന്നെ 1 DC, 2 ചെയിൻ, ചെയിൻ 1, 2, 3, 4, 5. നെക്സ്റ്റിൽ സെയിം തന്നെ ചെയിൻ 2, 2 DC, ചെയിൻ 2, 2 DC. One, 2, 3, 4, 5. നെക്സ്റ്റിൽ വീണ്ടും 2 DC, 2 ചെയിൻ, 2 DC. Two chain, 2 DC. നമുക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5, 1 2 3. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്,
വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ നെക്സ്റ്റ് ഈ പോയിന്റിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 DC, 2 chain, 2 DC. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഈ ഒരു പോയിന്റിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. Chain 1, 2, 3. Next ഇതിൽ 2 DC, 2 chain, 2 DC. നെക്സ്റ്റ് ഇതിൽ വീണ്ടും 9 DC, നെക്സ്റ്റിൽ വീണ്ടും 2 DC. ഇവിടെയാണ് നമ്മുടെ പൈനാപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അടുത്ത റൗണ്ടാണ് റൗണ്ട് 8. നെക്സ്റ്റിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 DC, 2 chain, 2 DC, 1, 2, 3 chain. ഇനി ഈ ഒരു ഇതിനുള്ളിൽ നമുക്ക് 1 DC, 1 chain, സെയിം നെക്സ്റ്റ് ചെയിനിൽ 1 DC, 1 chain, നെക്സ്റ്റ് ചെയിനിൽ 1 DC, 1 chain. അപ്പോൾ ഫുള്ള് ഇവിടം വരെ 1 DC, 1 chain ചെയ്യുക. ഇത് ലാസ്റ്റ് DC ആണ്. അപ്പോൾ എല്ലാ ചെയിനിലും നമുക്ക് DC 1 chain, DC 1 chain ചെയ്യണം. അതിനുശേഷം ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3 നമ്മൾ ഫസ്റ്റ് ചെയ്ത് കണക്ക് 2 DC, 2 chain, 2 DC, 2 chain, 2 DC, 2 chain, 2 DC. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ ഇത് വേഗം ചെയ്തിട്ട് ഞാൻ വരാം. ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ ചെയിൻ 1, 2, 3, 1, 2, 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 9 ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇതെപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും മിക്ക സ്ഥലത്തും. 2 chain, 2 DC. One, 2, 3 chain, single crochet, chain 1, 2, 3, next single crochet, chain 1, 2, 3, single crochet, chain 1, 2, 3, single crochet. അതായത് ഓരോ ഇതിലും ഈ ഓരോ ഗ്യാപ്പിൽ ചെയിൻ 1ൻ്റെ ഗ്യാപ്പിൽ
നമ്മൾ ചെയിൻ 1 2 3 നെക്സ്റ്റ് ചെയിൻ്റെ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക. 3 നെക്സ്റ്റ് ചെയിൻ്റെ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 ചെയിൻ്റെ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2 3 ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. ചെയിൻ 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 10 നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷ് സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റിലും സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3 1 ഡബിൾ ക്രോഷേ, ചെയിൻ 2 സെയിം പോർഷൻ തന്നെ 1 DC, സെക്കൻഡ് DC, 2 ചെയിൻ, നെക്സ്റ്റിൽ വീണ്ടും 2 DC. ചെയിൻ 1 2 3 നെക്സ്റ്റിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഇതിനുള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2 3 സിംഗിൾ ക്രോഷേ. One, 2, 3 ഈ പോർഷനിലുള്ള 2 DC, 2 ചെയിൻ, 2 DC, 2 ചെയിൻ, 2 DC. വീണ്ടും 3 ചെയിൻ എന്നങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതാണ് ഈ റൗണ്ട് 10 ഇങ്ങനെയാണ് പോകുന്നത് റൗണ്ട് 10 കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വരാം. ചെയിൻ 1 2 3 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മുടെ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി.